നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 27, 2025, കൊല്ലവർഷം 1201, കന്നിമാസം 11-ാം തീയതി, ശനിയാഴ്ച ദിവസം. മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം. മേടം രാശി: വിദേശത്തു നിന്നും അപ്രതീക്ഷിതമായ സഹായം ലഭിക്കാൻ സാധ്യത. ചുറ്റുപാടുകൾ പൊതുവെ മെച്ചപ്പെടും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ച. രഹസ്യങ്ങൾ ചോർന്നു പോവാതെ സൂക്ഷിക്കുക. വാഹനങ്ങളിലെ യാത്ര കഴിവതും ഒഴിവാക്കുക. ഇടവം രാശി: കലാരംഗത്തുള്ളവർക്ക് വിജയമുണ്ടാകും. പൊതുവെ മെച്ചപ്പെട്ട ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് വിജയം കൈവരിക്കും. ഏർപ്പെടുന്ന മിക്ക കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും വളരെയധികം സ്നേഹത്തോടെ പെരുമാറും. മിഥുനം രാശി: പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലവിധത്തിലുള്ള ശല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത. അനാവശ്യമായ ഇടപെടലുകൾ കാരണം വഴക്കുണ്ടാവാൻ സാധ്യത. രോഗങ്ങളുടെ ശല്യം വർദ്ധിക്കും. കർക്കിടകം രാശി: സർക്കാരിൽ നിന്നും പല കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനമുണ്ടാകും. സിനിമാ രംഗത്തുള്ളവർക്ക് മെച്ചപ്പെട്ട സമയം. സുഹൃത്തുക്കളുമായി സ്വരച്ചേർച്ചയില്ലായ്മയ്ക്ക് സാധ്യത. കരാറുകളിൽ ഏർപ്പെടാൻ സാധ്യത. ചിങ്ങം രാശി: വസ്തുസംബന്ധമായി കേസുകൾ ഉണ്ടാകും. ഗൃഹം, ധനം, വാഹനം ഇവയ്ക്ക് യോഗം. മാതൃപിതൃ സ്വത്ത് ലഭിക്കും. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രശസ്തി അഹങ്കാരമുണ്ടാകാതെ നോക്കുന്നത് നന്ന്. മത്സരങ്ങളിൽ വിജയം. കലാരംഗത്തും പ്രശസ്തി. കന്നിരാശി: മത്സര പരീക്ഷകളിൽ വിജയം. ഭൂമി സംബന്ധമായി കേസുകൾ പ്രതികൂലമാകും. വിലപിടിച്ച വസ്തുക്കൾ നഷ്ടപ്പെടും. സാഹിത്യരംഗത്ത് നേട്ടം. വൈദ്യശാസ്ത്ര മേഖലയിൽ അപമാന സാധ്യത. പ്രൊമോഷൻ ലഭിക്കും. ദാമ്പത്യ കലഹം പരിഹരിക്കപ്പെടും. തുലാം രാശി: കലാകായിക മത്സരങ്ങളിൽ പ്രമുഖരുടെ അനുമോദനം ലഭിക്കും. സഹോദരങ്ങളിൽ നിന്നും സഹായം ലഭിക്കും. മാതാപിതാക്കളുമായി കലഹം. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ജീവിതത്തിൽ മാറ്റം വരുത്താതിരിക്കാൻ ശ്രമിക്കണം. വൃശ്ചികം രാശി: മനോദുഃഖത്തിന് സാധ്യത. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കും. നല്ല മിത്രങ്ങളെ ലഭിക്കും. ദാമ്പത്യ ബന്ധത്തിൽ മെച്ചമുണ്ടാകും. കലാരംഗത്തുള്ളവർക്ക് നല്ല സമയം. ദീർഘകാലമായുള്ള ആഗ്രഹങ്ങൾ സാധിക്കും. ധനുരാശി: അനാവശ്യമായ മനോവിഷമം ഉണ്ടാകാൻ സാധ്യത. വിദ്യാഭ്യാസ രംഗത്ത് നിരാശാജനകമായ തുടക്കം. മെച്ചപ്പെട്ട ജോലിക്കായി അലയേണ്ടി വരും. ദൈവിക കാര്യങ്ങളിൽ കൂടുതലായി സമയം ചെലവഴിക്കും. മകരം രാശി: വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ സംബന്ധിച്ച് അനുകൂലമായ തീരുമാനമുണ്ടാകും. കച്ചവടം, കൃഷി എന്നീ മേഖലയിൽ പൊതുവെ ഗുണകരമായ സമയം. യാത്രകളിൽ അതീവ ശ്രദ്ധ നൽകുന്നത് ഉത്തമം. കുംഭം രാശി: കുടുംബത്തിൽ ഐശ്വര്യം കളിയാടും. ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്ര ചെയ്യാൻ അവസരമുണ്ടാകും. കച്ചവടവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ വിഷമമുണ്ടാകും. പൂർവിക സ്വത്ത് ലഭിക്കാൻ സാധ്യത. മീനം രാശി: ദൂരദേശ യാത്ര പോകും. ആത്മീയ കേന്ദ്രങ്ങൾ സന്ദർശിക്കും. സാമ്പത്തിക വിഷമതകൾ മാറും. യുവാക്കളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. മക്കളെ ചൊല്ലി വിഷമിക്കാനിടവരും. സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കും.